ഡിയർ സ്റ്റുഡൻസ്, പ്ലസ് ടു അക്കൗണ്ടൻസിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി സ്വാഗതം. പ്ലസ് ടു അക്കൗണ്ടൻസിയിലെ ആദ്യത്തെ ചാപ്റ്റർ, അതായത് അക്കൗണ്ടിങ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, അതിൻ്റെ 2 ക്ലാസ്സുകൾ നമ്മൾ പൂർത്തിയാക്കി. ഇത് 3ാമത്തെ ക്ലാസ്സാണ്. ഫോക്കസ് ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് ആദ്യത്തെ 2 ക്ലാസ്സുകളും എടുത്തിരിക്കുക. അപ്പോൾ ഇന്ന് നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു ഫോക്കസ് ഏരിയയിൽ നിന്നും നമുക്കിനി പൂർത്തിയാക്കാനുള്ളത് സബ്സ്ക്രിപ്ഷൻ്റെ, അതായത് സബ്സ്ക്രിപ്ഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട എമൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം, ഒപ്പം തന്നെ ബാലൻസ് ഷീറ്റിൽ അത് എങ്ങനെയാണ് എഴുതേണ്ടത്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സബ്സ്ക്രിപ്ഷനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട എമൗണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഒപ്പം തന്നെ ബാലൻസ് ഷീറ്റിൽ അത് എങ്ങനെയാണ് കാണിക്കേണ്ടത് എന്നും കണ്ടുപിടിക്കണം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ അത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മളോട് ഫോക്കസ് ഏരിയയിൽ പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള പാർട്സുകൾ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. സ്പെഷ്യലി നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ പഠിച്ചിരിക്കേണ്ടത് സബ്സ്ക്രിപ്ഷനെ കുറിച്ചാണ്. അതിന് മുമ്പായിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, അതെല്ലാം നമ്മൾ ആദ്യത്തെ 2 ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് കാണാത്തവർക്ക് വേണ്ടി ആ ക്ലാസ്സുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും എൻ്റെ സ്ക്രീനിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ നിങ്ങളുടെ ക്ലാസ്സിലും മറ്റും ഈ വീഡിയോ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ആദ്യം നമുക്ക് സബ്സ്ക്രിപ്ഷൻ എന്നാൽ എന്താണ് എന്നുള്ളത് പഠിക്കാം. എന്താണ് അതിൻ്റെ മീനിങ് എന്നുള്ളത് നോക്കാം. എമൗണ്ട് കളക്റ്റഡ് ഫ്രം മെമ്പേഴ്സ് പീരിയോഡിക്കലി ഈസ് കോൾഡ് സബ്സ്ക്രിപ്ഷൻ. അതായത് ഒരു ക്ലബ്ബ് ആണെങ്കിലും അല്ലെങ്കിൽ ക്ലബ്ബ് പോലുള്ള മറ്റേതെങ്കിലും NPO ആണെങ്കിലും നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിലും ആ മെമ്പേഴ്സിൻ്റെ ഇടയിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്ന തുക, വരിസംഖ്യയ്ക്കാണ് നമ്മൾ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുക. എമൗണ്ട് കളക്റ്റഡ് ഫ്രം മെമ്പേഴ്സ് പീരിയോഡിക്കലി ഈസ് കോൾഡ് സബ്സ്ക്രിപ്ഷൻ. ദിസ് ഈസ് വൺ ഓഫ് ദി മെയിൻ സോഴ്സ് ഓഫ് റവന്യൂ. അതായത് സബ്സ്ക്രിപ്ഷൻ എന്നുള്ളത് ഒരു റവന്യൂ ആണ്, ഇൻകം ആണ് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിരിക്കുക. സബ്സ്ക്രിപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലബ്ബ് അംഗങ്ങളുടെ കയ്യിൽ നിന്നും മന്ത്ലി അല്ലെങ്കിൽ ഇയർലി പിരിച്ചെടുക്കുന്ന വരിസംഖ്യയാണ് സബ്സ്ക്രിപ്ഷൻ. അതാണ് ക്ലബിൻ്റെ ഒരു പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട റവന്യൂ വരുമാന മാർഗം. അത് മനസ്സിലാക്കുക. ദിസ് ഈസ് ഷോൺ ഓൺ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. പിന്നെ മനസ്സിലാക്കേണ്ടത്, ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇൻകം ആയതുകൊണ്ട് അത് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക. ഇപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കേണ്ടത് ഇൻകം ആണല്ലേ, ആ ഇൻകം സൈഡിലാണ് ഈ സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട് കാണിക്കുക. ദെൻ അഡ്ജസ്റ്റ്മെൻറ്റ് ഷുഡ് ബി മെയ്ഡ് ടു ഷോ ദി കറക്റ്റ് ഇൻകം ഫോർ ദി പീരീഡ്. ഇപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഈ എമൗണ്ട് കാണിക്കുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യേണ്ടതുണ്ട്. ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ, ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ, റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അപ്പോൾ അതുപോലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്തതിന് ശേഷം വേണം ഈ എമൗണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ പ്രധാനമായിട്ടും ഈ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് ശേഷം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കേണ്ട സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട് എത്രയാണ് എന്നുള്ളതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രധാനമായും പഠിക്കുക. ഒപ്പം തന്നെ നമുക്ക് ബാലൻസ് ഷീറ്റിൽ അതെങ്ങനെ എഴുതാമെന്നുള്ളതും നമ്മൾ ഇടയ്ക്കൊരു ക്വസ്റ്റ്യനിൽ നമ്മൾ കാണാം. ഇനി നമുക്ക് സ്പെഷ്യൽ അല്ലെങ്കിൽ സ്പെസിഫിക് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി നമ്മൾ സബ്സ്ക്രിപ്ഷൻ പ്രത്യേകമായിട്ട് പിരിച്ചെടുക്കുകയാണെങ്കിൽ അതിനാണ് നമ്മൾ സ്പെഷ്യൽ അല്ലെങ്കിൽ സ്പെസിഫിക് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുക. അപ്പോൾ അങ്ങനെ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഫോർ സർട്ടൻ സ്പെസിഫിക് പർപ്പസ്, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി നമ്മൾ പിരിച്ചെടുക്കുന്ന സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട്. ഉദാഹരണത്തിന് സബ്സ്ക്രിപ്ഷൻ ഫോർ ടൂർണമെൻറ്റ് ഫണ്ട്, ടൂർണമെൻറ്റ് നടത്താൻ വേണ്ടി സ്പെഷ്യലായിട്ട് നമ്മൾ സബ്സ്ക്രിപ്ഷൻ പിരിച്ചെടുക്കുന്നു. സബ്സ്ക്രിപ്ഷൻ ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് പവലിയൻ കെട്ടാൻ വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് സബ്സ്ക്രിപ്ഷൻ പിരിച്ചെടുക്കുന്നു. അപ്പോൾ അതെല്ലാം ദാറ്റ് ഷുഡ് ബി ക്യാപിറ്റലൈസ്ഡ്. അത് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതേണ്ട ആവശ്യമില്ല. ദാറ്റ് ഷുഡ് ബി ക്യാപിറ്റലൈസ്ഡ്. ഈ ക്യാപിറ്റലൈസ്ഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ക്യാപിറ്റലൈസ് എന്ന് വെച്ചാൽ അതിനർത്ഥം ഇത്രേ ഉള്ളൂ, ഷോൺ ഓൺ ദി ലൈബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ആ എമൗണ്ട് കാണിക്കേണ്ടത് ബാലൻസ് ഷീറ്റിൻ്റെ ലൈബിലിറ്റി സൈഡിലാണ്. ഇപ്പോൾ ക്യാപിറ്റലൈസ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർക്കുക, അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കേണ്ട ആവശ്യമില്ല. ആ എമൗണ്ട് ബാലൻസ് ഷീറ്റിൻ്റെ ലൈബിലിറ്റി സൈഡിൽ കാണിച്ചാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു തിയറി എന്ന നിലയിൽ ഇതിവിടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇനി നമുക്ക് സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നോക്കാം. കാൽക്കുലേഷൻ ഓഫ് എമൗണ്ട് ഓഫ് സബ്സ്ക്രിപ്ഷൻ ടു ബി ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട് എഴുതേണ്ടത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. വെൻ ദി സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് ഈസ് ഗിവൺ ഇൻ ലംപ് സം ഇൻ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ നമുക്ക് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്നാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുന്നത് അല്ലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ആ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട്, മുഴുവനായിട്ടൊരു എമൗണ്ട്
തന്നിട്ടുണ്ടാവും. അതിനോട് കൂടി അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്തതിന് ശേഷം ചില ഐറ്റംസ് ആഡ് ചെയ്യുകയും ചില ഐറ്റംസ് ലെസ് ചെയ്യാനുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്തതിന് ശേഷം എത്രയാണ് സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതേണ്ടത് എന്നുള്ളത്, ഇൻകം സൈഡിൽ എഴുതേണ്ടത് എന്നുള്ളത് നമുക്കിപ്പോൾ കണ്ടുപിടിക്കാം. അതിന് 2 രീതികളാണ് ഉള്ളത്. ഇപ്പോൾ 2 രീതിയിൽ ഏതെങ്കിലും ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. എങ്കിലും 2 രീതി നിങ്ങൾക്ക് പഠിച്ചു വയ്ക്കാവുന്നതാണ്. സബ്സ്ക്രിപ്ഷൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം, അതല്ലെങ്കിൽ നമുക്കൊരു അക്കൗണ്ട് രൂപത്തിലും കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ കണ്ടുപിടിക്കാം. സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ കണ്ടുപിടിച്ചതിന് ശേഷം എങ്ങനെയാണ് അക്കൗണ്ട് രൂപത്തിൽ അത് എളുപ്പത്തിൽ എഴുതാൻ പറ്റുക, അതായത് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ എഴുതേണ്ടത് പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് അക്കൗണ്ട് രൂപത്തിലേക്ക് വളരെ എളുപ്പത്തിൽ എഴുതാൻ സാധിക്കുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ളത് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ഫോമിൽ സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് ടു ബി ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, അല്ലെങ്കിൽ കാൽക്കുലേഷൻ ഓഫ് സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് ടു ബി ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നിങ്ങൾ ഹെഡിങ് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റിന് വേണ്ടി ഇതുപോലെ ഒരു പർട്ടിക്കുലേഴ്സ് കോളവും ഒരു എമൗണ്ട് കോളവും ആ രീതിയിൽ ഒരു ഫോർമാറ്റ് തയ്യാറാക്കുക. നിങ്ങൾക്ക് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എമൗണ്ട് തന്നിട്ടുണ്ടാവും. ഈ വർഷം സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ നമുക്ക് ആകെ കിട്ടിയ തുക, അതാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. അതിനാണ് ബേസ് ആയിട്ട് എടുക്കേണ്ടത്. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ആസ് പെർ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രകാരം ഈ വർഷം സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ കിട്ടിയ തുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ എമൗണ്ട് നമ്മൾ എമൗണ്ട് കോളത്തിൽ കാണിക്കുന്നു. തന്നിരിക്കുന്ന എമൗണ്ട് ആണ്. ക്വസ്റ്റ്യനിൽ തന്നെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ തന്നിരിക്കുന്ന എമൗണ്ട് അത് നമ്മൾ ബേസ് ആയിട്ട് എമൗണ്ട് കോളത്തിലേക്ക് എഴുതുന്നു. ഇനി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട ചില ഐറ്റംസ്, അതായത് കൂട്ടേണ്ട ചില ഐറ്റംസും ഇതിൽ നിന്ന് കുറയ്ക്കേണ്ട ചില ഐറ്റംസും ഉണ്ട്. അപ്പോൾ ആഡ് ചെയ്യേണ്ട ഐറ്റംസ് എന്ന് പറയുന്നത് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതേണ്ട എമൗണ്ട് ആ വർഷവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എമൗണ്ട് മാത്രമായിരിക്കണം. കറണ്ട് ഇയറുമായിട്ട് ബന്ധപ്പെട്ട എമൗണ്ട് മാത്രമേ ഇതിൽ കാണിക്കാവുള്ളൂ എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ് അല്ലേ. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ആണെങ്കിൽ കറണ്ട് ഇയറിലെയും കാണിക്കണം, പ്രീവിയസ് ഇയറിലെയും, അല്ലെങ്കിൽ വരുന്ന ഫ്യൂച്ചർ ഇയറിലെ അല്ലെങ്കിൽ കമ്മിങ് ഇയറിലെ കൂടി എമൗണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ കാണിക്കും. പക്ഷേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ എഴുതേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് ആ പീരീഡുമായിട്ട്, ആ പർട്ടിക്കുലർ അക്കൗണ്ടിങ് പീരീഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എമൗണ്ട് മാത്രമേ കാണിക്കാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഏതെങ്കിലും എമൗണ്ട് നമുക്ക് കിട്ടാനുണ്ടെങ്കിൽ ഈ വർഷമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ എമൗണ്ടുകളും ഇതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യണം. ഈ വർഷവുമായിട്ട് ബന്ധമില്ലാത്ത കഴിഞ്ഞ വർഷത്തെയോ അല്ലെങ്കിൽ അടുത്ത വർഷത്തെയോ എമൗണ്ടുകൾ ഉണ്ടെങ്കിൽ, സബ്സ്ക്രിപ്ഷൻ എമൗണ്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് കളയണം. അത്ര ഓർത്താൽ മതി. അപ്പോൾ ഇവിടെ ഈ വർഷം നമ്മൾ കറണ്ട് ഇയർ ഏതാണെന്ന് നോക്കുക, ആ വർഷവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എമൗണ്ടുകൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഒരെണ്ണം ആഡ് ചെയ്ത് നോക്കാം. ആഡ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഫോർ ദി കറണ്ട് ഇയർ. ക്ലോസിംഗ് ഡേറ്റിൽ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള എമൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നോക്കുക, ഈ വർഷത്തിൻ്റെ അവസാനം 31 ഡിസംബറിലാണ് ഈ അക്കൗണ്ടിങ് പീരീഡ് തീരുന്നതെന്ന് വിചാരിക്കുക. 31 ഡിസംബറിൽ കിട്ടാനുള്ള ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ, ഔട്ട്സ്റ്റാൻഡിങ് എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? കിട്ടാനുള്ള എമൗണ്ട് എന്നാണ്. സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ നമുക്ക് കിട്ടാനുണ്ട് എന്നാണ്. ഇപ്പോൾ ക്ലോസിംഗ് ഡേറ്റിൽ സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ എമൗണ്ട് കിട്ടാനുണ്ടെങ്കിൽ അത് ഏത് വർഷവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും? ഈ വർഷവുമായിട്ട് തന്നെ ബന്ധപ്പെട്ടതായിരിക്കും അല്ലേ. കാരണം ക്ലോസിംഗ് ഡേറ്റിൽ ഔട്ട്സ്റ്റാൻഡിങ് ആണ്, കിട്ടാനുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ വർഷം കിട്ടാനുള്ള എമൗണ്ട് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് ഈ വർഷവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അങ്ങനെ ഓർത്താൽ മതി. ക്ലോസിംഗ് ഡേറ്റിൽ, അതായത് കറണ്ട് ഇയറിലെ ക്ലോസിംഗ് ഡേറ്റിൽ, ലാസ്റ്റ് ഡേറ്റിൽ തന്നിരിക്കുന്ന ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ, ആ എമൗണ്ട് നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. കൂടാതെ ആഡ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഇൻ ദി പ്രീവിയസ് ഇയർ. കഴിഞ്ഞ വർഷം നമുക്ക് അഡ്വാൻസ് ആയിട്ട് സബ്സ്ക്രിപ്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ, പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ വർഷമാണ് അല്ലേ. കഴിഞ്ഞ വർഷം അഡ്വാൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അത് ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ അല്ലേ. അങ്ങനെ ഓർത്ത് നോക്കുക. കഴിഞ്ഞ വർഷമാണ് അഡ്വാൻസ് ആയിട്ട് കിട്ടിയത് അല്ലേ, മുൻകൂട്ടി കിട്ടിയത്. അപ്പോൾ അത് ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട് ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ വർഷമായിട്ട് ബന്ധപ്പെട്ടുള്ളത് മുഴുവൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇത് നമുക്ക് ആഡ് ചെയ്യണം. അതും കൂടെ ആഡ് ചെയ്യുക. അതായത് ഇത്രയേ ഉള്ളൂ. ഓപ്പണിംഗ് ഡേറ്റിൽ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന, അതായത് പ്രീവിയസ് ഇയറിൻ്റെ അവസാനത്തെ ഡേറ്റ്, അതായത് ഈ വർഷത്തിൻ്റെ ആദ്യത്തെ ഡേറ്റ് ആണല്ലേ. അത് രണ്ടും ക്ലോസ്ലി റിലേറ്റഡ് ആണ്. തലേദിവസവും പിറ്റേ ദിവസമാണ്. അപ്പോൾ ഓപ്പണിംഗ് ഡേറ്റിൽ തന്നിരിക്കുന്ന സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ആണ്. അത് നമ്മൾ ആഡ് ചെയ്യണം. ഒപ്പം തന്നെ ക്ലോസിംഗ് ഡേറ്റിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, സബ്സ്ക്രിപ്ഷൻ കിട്ടാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ടും ഈ വർഷത്തെയാണ്. അത് നമ്മൾ ആഡ് ചെയ്യണം. അത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയിരിക്കുക. എന്നിട്ട് ഈ 3 എമൗണ്ടുകൾ നമ്മൾ കൂട്ടിയെടുക്കുന്നു, കൂട്ടി ഇങ്ങോട്ട് എഴുതുന്നു. അതിനുശേഷം ഇതിൽ നിന്ന് കുറയ്ക്കേണ്ട എമൗണ്ടുകളുണ്ട്. കുറയ്ക്കേണ്ട എമൗണ്ട് ഏതാണ്? ലെസ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർ ദി പ്രീവിയസ് ഇയർ. അതായത് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർ ദി പ്രീവിയസ് ഇയർ ഓപ്പണിംഗ് ഡേറ്റിൽ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ആണെങ്കിൽ കിട്ടാനുള്ള സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വർഷത്തിൻ്റെ ആദ്യം, കറണ്ട് ഇയറിൻ്റെ ആദ്യം തന്നിരിക്കുന്ന ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ അത് ഏത് വർഷവുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും?
അത് തൊട്ട് മുമ്പത്തെ വർഷമായിട്ട് റിലേറ്റഡ് ആയിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് ഈ എമൗണ്ടിൽ നിന്ന് കുറച്ച് കളയേണ്ടതാണ്. ലെഫ്റ്റ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഫോർ ദി പ്രീവിയസ് ഇയർ. അപ്പോൾ അതുകൊണ്ട് ഈ എമൗണ്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും, കിട്ടിയതിൻ്റെ കൂട്ടത്തിലുണ്ടാവും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ കുറച്ച് കളയണം. ലെഫ്റ്റ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഫോർ ദി, അത് കഴിഞ്ഞ വർഷമായിട്ട് ബന്ധപ്പെട്ടുള്ള, ഇത്രയും നോക്കിയാൽ മതി. ഈ വർഷമായിട്ട് ബന്ധമുള്ളതാണോ, കഴിഞ്ഞ വർഷമായിട്ട് ബന്ധമുള്ളതാണോ, അല്ലെങ്കിൽ അടുത്ത വർഷമായിട്ട് ബന്ധമുള്ളതാണോ. ഈ വർഷമായിട്ട് ബന്ധമുള്ളതെല്ലാം നമ്മളത് ആഡ് ചെയ്യണം. കഴിഞ്ഞ വർഷവും അടുത്ത വർഷമായിട്ട് ബന്ധമുള്ളതെല്ലാം എന്ത് ചെയ്യണം, നമ്മളതിൽ നിന്ന് ലെസ് ചെയ്യണം. അപ്പോൾ ഇതുകൊണ്ട് അത് നമ്മൾ ലെസ് ചെയ്യുന്നു. അതിനുശേഷം സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഇൻ ദി കറണ്ട് ഇയർ ക്ലോസിംഗ് ഡേറ്റിൽ, ഈ വർഷം അവസാനിക്കുന്ന ഡേറ്റിൽ അഡ്വാൻസ് ആയിട്ട് കിട്ടി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്, അടുത്ത വർഷത്തെയാണ് അല്ലേ. അടുത്ത വർഷത്തെ നെക്സ്റ്റ് ഇയറിലാണ് നമുക്ക് അഡ്വാൻസ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് എന്ത് ചെയ്യണം, അത് നമുക്ക് കുറച്ച് കളയണം അല്ലേ. അപ്പോൾ അതുകൊണ്ടും കുറച്ച് കളയുന്നു. അപ്പോൾ ഇത് ഈ എമൗണ്ടിൽ നിന്ന് ഈ രണ്ട് എമൗണ്ടുകളും കുറച്ച് കളയുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും യഥാർത്ഥത്തിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ നമ്മൾ എഴുതേണ്ട എമൗണ്ട് ഓർത്തിരിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ ഈ എമൗണ്ട് കണ്ടുപിടിക്കുക. ഇനി നമുക്ക് അക്കൗണ്ട് രൂപത്തിൽ ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. ഞാൻ പറഞ്ഞു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ളത് കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ട് രൂപത്തിലുള്ളത് പഠിക്കാൻ വേണ്ടി വളരെ എളുപ്പമാണ്. അതായത് സബ്സ്ക്രിപ്ഷൻ്റെ അക്കൗണ്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഒരു ഇൻകമാണ് എന്ന് പറഞ്ഞു അല്ലേ, അതൊരു ഇൻകമാണ്, റവന്യൂ ആണ്. ഇൻകത്തിന് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആണ് അല്ലേ. അപ്പോൾ ആ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലായിരിക്കണം നമ്മൾ ഈ ആഡ് ചെയ്ത ഐറ്റംസ് എല്ലാം എഴുതേണ്ടത്. അത്രയേ ഉള്ളൂ. ആഡ് ചെയ്ത ഈ 3 ഐറ്റംസും എന്ത് ചെയ്യണം, സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. ഇപ്പോൾ രണ്ടും കൂടെ നിങ്ങൾക്ക് വരയ്ക്കേണ്ട ആവശ്യമില്ല. ഒന്നെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് രൂപത്തിലാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ പ്രത്യേകിച്ച് ഇനി സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് തയ്യാറാക്കാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് തന്നെ തയ്യാറാക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അതുകൂടെ ഒന്ന് പഠിച്ചിരിക്കുക. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, സബ്സ്ക്രിപ്ഷൻ്റെ അക്കൗണ്ട് ഫോർമാറ്റ് വരച്ചിട്ട് അതിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ഈ ആഡ് ചെയ്തിരിക്കുന്ന ഐറ്റംസ്, ഈ 3 ഐറ്റവും, ഈ ഐറ്റത്തിനോട് 2 ഐറ്റം ആഡ് ചെയ്യുകയാണല്ലേ, ഈ 3 ഐറ്റവും അതിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. അതിൻ്റെ ഡെബിറ്റ് സൈഡിൽ നിന്ന് അതിൽ നിന്ന് കുറയേണ്ട എമൗണ്ട് ആണല്ലേ. അപ്പോൾ ഒരു ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ഒരു അക്കൗണ്ടിൽ നിന്ന് കുറയേണ്ട എമൗണ്ടുകൾ അതിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതിയാൽ മതി അല്ലേ അക്കൗണ്ടിൻ്റെ. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ബാലൻസ് ചെയ്യുമ്പോൾ ഈ എമൗണ്ട് നമുക്ക് കിട്ടുകയും ചെയ്യും, ഈ എമൗണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ആഡ് ചെയ്യേണ്ടതെല്ലാം നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നു. ഇവിടെ ലെസ് ചെയ്തിരിക്കുന്നതെല്ലാം നമ്മൾ സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു. അപ്പോൾ വളരെ ഈസി അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് രൂപത്തിൽ നമുക്ക് തയ്യാറാക്കാം. സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് എന്ന് ഹെഡിങ് കൊടുക്കുന്നു. അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് വരയ്ക്കുന്നു. പർട്ടിക്കുലേഴ്സ് എമൗണ്ട്, പർട്ടിക്കുലേഴ്സ് എമൗണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ക്രെഡിറ്റ് സൈഡിൽ അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ ഓപ്പണിംഗ് ഡേറ്റിൽ തന്നിരിക്കുന്ന അഡ്വാൻസ് ആയിട്ട് കിട്ടിയിരിക്കുന്ന സബ്സ്ക്രിപ്ഷൻ നമുക്ക് അതവിടെ കാണിക്കാം. അതിനുശേഷം സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ്, ഈ വർഷം കിട്ടിയിട്ടുള്ള, ഈ വർഷവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നമുക്ക് സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ കിട്ടിയ എമൗണ്ട് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കിയപ്പോൾ ആദ്യം എഴുതിയ എമൗണ്ട് ഇതാണല്ലേ. അതിനെ ബാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക. ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു സബ്സ്ക്രിപ്ഷൻ, ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു സബ്സ്ക്രിപ്ഷൻ, ക്യാഷ് എന്ന് എഴുതിയാൽ മതി. ഇപ്പോൾ ഇവിടെ ബാങ്ക് വഴി സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നു എന്നർത്ഥത്തിൽ ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു സബ്സ്ക്രിപ്ഷൻ എന്നർത്ഥത്തിൽ ബാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് അക്കൗണ്ട് രൂപത്തിൽ എഴുതുമ്പോൾ നമ്മൾ ഏത് കൺസേൺഡ് അക്കൗണ്ടിനാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ബാങ്ക് എന്ന് എഴുതുക, ബ്രാക്കറ്റിൽ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് എന്ന് കാണിക്കാം. ഇനി നമുക്ക് അതിനോട് ആഡ് ചെയ്തത് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ അറ്റ് ദി എൻഡ് ആണല്ലേ. ഈ വർഷത്തിൻ്റെ അവസാനം സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ കിട്ടാനുള്ള തുക, അത് നമുക്ക് ആഡ് ചെയ്യേണ്ട 3 ഐറ്റം. സ്റ്റേറ്റ്മെൻറ്റിൽ ആഡ് ചെയ്ത ആ 3 ഐറ്റം നമ്മൾ എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു അല്ലേ. ഇനി നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിൽ ലെസ് ചെയ്ത ആ 2 ഐറ്റവും നമ്മൾ എന്ത് ചെയ്യുന്നു, അതിവിടെ നിന്ന് കുറയ്ക്കുന്നതിന് വേണ്ടി ഇവിടെ ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു. അതിനുശേഷം നമുക്ക് ഈ അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്യുന്നു. 2 സൈഡും കൂട്ടി നോക്കുന്നു. 2 സൈഡും കൂട്ടി നോക്കിയിട്ട് വലിയ തുക നമ്മൾ 2 സ്ഥലത്തായിട്ടും ടോട്ടലായിട്ട് എഴുതുന്നു. അതിനുശേഷം അതിൻ്റെ ബാലൻസിങ് ഫിഗർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞ് എഴുതുന്നു, ബാലൻസിങ് ഫിഗർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് അതിൽ നിന്ന് വളരെ ഈസി ആയിട്ടാണ് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് ഇത് രണ്ടും വെച്ചുകൊണ്ടുള്ള ഒരു പ്രോബ്ലം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ പ്രോബ്ലം നോക്കുക. ഫ്രം ദി ഫോളോവിങ് പർട്ടിക്കുലേഴ്സ് കാൽക്കുലേറ്റ് ദ സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് ടു ബി ക്രെഡിറ്റഡ് ടു ദി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡിങ് 31st December 2020. 31st December 2020, അതായത് ഈ വർഷം 31st December 2020 അവസാനിക്കുന്ന വർഷം എന്ന് പറയുമ്പോൾ അക്കൗണ്ടിങ് പീരീഡ് അല്ലെങ്കിൽ ആ വർഷം തുടങ്ങുന്നത് January 1, 2020 ആണല്ലേ, 2020. അപ്പം January 1/1/2020 തൊട്ട് 31/12/2020 വരെയാണ് അതിൻ്റെ അക്കൗണ്ടിങ് പീരീഡ് എന്ന് മനസ്സിലൊന്ന് ഓർത്തിരിക്കുക. ഇനി സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് 18,300. 2020 സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ നമ്മൾ റിസീവ് ചെയ്ത തുക 18,300 ആണ്. ഇതാണ് നമ്മൾ ബേസ് ആയിട്ട് എടുക്കണമെന്ന് പറഞ്ഞത്. റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ തന്നിരിക്കുന്ന ഈ വർഷം നമ്മൾ സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ കിട്ടിയ തുക 18,300 ആണ്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ചില എമൗണ്ടുകൾ ആഡ് ചെയ്യുകയും ചില എമൗണ്ടുകൾ ലെസ് ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലേക്ക് നമുക്ക് പോകാം. സൊല്യൂഷൻ സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡിൽ ആദ്യം സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ 2020 അല്ലേ, ഈ 18,300
300 അല്ലേ 12300 എന്ത് ചെയ്യണം അത് നമുക്ക് ഈ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ 2020 എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടെ ഇങ്ങോട്ട് എടുത്തെഴുതാം 12300 ഇനി ഇതിൽ നിന്ന് ആഡ് ചെയ്യേണ്ട എമൗണ്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട എമൗണ്ട് ഏതാണ് ഈ വർഷവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എമൗണ്ടുകൾ ആഡ് ചെയ്യണം അല്ലേ ഇപ്പോൾ ഇവിടെ ഏതാണ് നമുക്ക് ആഡ് ചെയ്യുക സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 1st January 2020 1st January 2020 എന്ന് വെച്ചാൽ ഓപ്പണിംഗ് ഡേറ്റിൽ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് കിട്ടാനുണ്ട് ഈ വർഷം ഓപ്പണിംഗ് ഡേറ്റിൽ കിട്ടാനുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കഴിഞ്ഞ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ആണല്ലേ അത് നമുക്ക് കുറയ്ക്കേണ്ട എമൗണ്ട് ആണ് അപ്പോൾ അതങ്ങനെ മനസ്സിലാക്കണം കഴിഞ്ഞ വർഷത്തെ ആണെങ്കിൽ കുറയ്ക്കണം അടുത്ത് നോക്കിയ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 31st December 2020 ഈ വർഷത്തിൻ്റെ അവസാനം അല്ലേ ഈ ഡേറ്റിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ് ഈ 1300 രൂപ ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ആണല്ലേ അത് നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കേണ്ടതാണ് ആഡ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 31st December 2020 1300 അടുത്ത എമൗണ്ട് നോക്കിയ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ 1st January 2020 ഈ വർഷത്തിൻ്റെ ആദ്യം നമുക്ക് സബ്സ്ക്രിപ്ഷൻ അഡ്വാൻസ് ആയിട്ട് കിട്ടിയെന്നാണ് അഡ്വാൻസ് ആയിട്ട് കിട്ടിയെന്ന് വെച്ചാൽ മുൻകൂട്ടി കിട്ടി അപ്പോൾ ഈ വർഷത്തിൻ്റെ ആദ്യം സബ്സ്ക്രിപ്ഷൻ അഡ്വാൻസ് ആയിട്ട് അതായത് മുൻകൂട്ടി കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ് ഈ വർഷത്തെ തന്നെയാണ് അല്ലേ അതായത് 1st January-ലാണ് 1st January കിട്ടുന്നത് ഈ വർഷത്തെ അഡ്വാൻസ് ആയിട്ടാണ് തന്നിരിക്കുന്നത് അപ്പോൾ ഈ വർഷത്തെയാണ് അപ്പോൾ 750 എന്ത് ചെയ്യണം അത് നമുക്ക് ആഡ് ചെയ്യണം അല്ലേ ആഡ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് January 1 2020 ഓക്കെ നമുക്കിതിനി ആഡ് ചെയ്തെടുക്കണം അല്ലേ ഇതെല്ലാം കൂട്ടിക്കുമ്പോൾ നമുക്ക് 20,350 കിട്ടും അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ എമൗണ്ടുകൾ അല്ലേ ഈ എമൗണ്ട് നമ്മൾ ആദ്യം കുറയ്ക്കണം ഇത് കുറയ്ക്കുന്നതിന് നമ്മൾ പറഞ്ഞു 1st January ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ളത് കഴിഞ്ഞ വർഷത്തെയാണ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് വെച്ചാൽ കിട്ടാനുള്ളത് എന്നാണ് അർത്ഥം അപ്പോൾ അതിനർത്ഥം ഇത് കഴിഞ്ഞ വർഷത്തെയാണ് 1st January ഓപ്പണിംഗ് ഡേറ്റിൽ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെയാണ് അത് നമുക്ക് ലെസ് ചെയ്യണം ലെസ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 1st January 2020 900 രൂപ ഒപ്പം തന്നെ നമുക്ക് ഈ എമൗണ്ടും സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ 31st December ഈ വർഷത്തിൻ്റെ കറണ്ട് ഇയറിലെ അവസാനത്തെ ഡേയിൽ അഡ്വാൻസ് ആയിട്ട് കിട്ടി അവസാനത്തെ ഡേറ്റിൽ അഡ്വാൻസ് ആയിട്ട് കിട്ടി എന്ന് പറയുമ്പോൾ അത് അടുത്ത വർഷത്തെ ആയിരിക്കും അല്ലേ 540 രൂപ അത് നമുക്ക് ലെസ് ചെയ്യുന്നു അല്ലേ അപ്പോൾ അതോടെ ലെസ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട എമൗണ്ട് സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് നമുക്ക് കിട്ടും 18,910 രൂപ മിക്കവാറും ഈ ഒരു ഫോർമാറ്റിലായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത അപ്പോൾ അതുകൊണ്ട് അതൊരു 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് മിക്കവാറും അക്ഷരങ്ങളും അങ്ങനെയാണ് ചോദിക്കുക ഇവിടെ 2 ഐറ്റം ആഡ് ചെയ്യും 2 ഐറ്റം ലെസ് ചെയ്യും കൃത്യമായിട്ട് ലെസ് ചെയ്തിട്ട് ഈ ഫൈനൽ ആൻസർ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് 5 മാർക്ക് ലഭിക്കുകയും ചെയ്യും അപ്പോൾ നന്നായിട്ട് നിങ്ങളിത് പഠിച്ചുകൊണ്ട് പോവുക അപ്പോൾ നമുക്കിതിൻ്റെ ഒരു അക്കൗണ്ട് ഫോർമാറ്റിലൂടെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം അക്കൗണ്ട് ഫോർമാറ്റിൽ ചെയ്യാൻ വേണ്ടി എളുപ്പമാണ് ഞാൻ പറഞ്ഞു എന്താണ് സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് തയ്യാറാക്കുക ഈ 3 ഐറ്റം അല്ലേ ഈ ആഡ് ചെയ്തിരിക്കുന്ന 3 ഐറ്റവും ക്രെഡിറ്റ് ചെയ്യുക ഈ ലെസ് ചെയ്തിരിക്കുന്ന 2 ഐറ്റവും ഡെബിറ്റ് ചെയ്യുക എന്നിട്ട് ആ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക നിങ്ങൾക്ക് 18,910 കിട്ടും അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് നമ്മൾ വരച്ചു സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് അതിനുശേഷം നമുക്ക് ഇവിടെ കൂട്ടിയ ഐറ്റംസ് എല്ലാം നമ്മളിവിടെ ക്രെഡിറ്റ് ചെയ്യുന്നു ആദ്യം അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ 750 കിട്ടിയ സബ്സ്ക്രിപ്ഷൻ 12,300 സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ബാലൻസ് ആയിട്ട് എടുത്തത് 1,300 രൂപ ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ അറ്റ് ദി എൻഡ് ക്ലോസിംഗ് ഡേറ്റിലുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷന് ലെസ് ചെയ്ത ഐറ്റം നമ്മൾ രണ്ടും ഡെബിറ്റ് ചെയ്തു 900ഉം 540ഉം അതിനുശേഷം 2 സൈഡ് നമ്മൾ കൂട്ടി നോക്കുന്നു 20,350 ആണ് 20,350 നിന്ന് ഈ 2 ഐറ്റവും കൂടെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 20,350 ടോട്ടൽ നമ്മൾ 2 സൈഡിൽ എഴുതുന്നു അതിനുശേഷം അതിൽ നിന്നും ഈ ഒരു ചെറിയ ടോട്ടൽ 900ഉം 540ഉം കൂടി ഇതിൽ നിന്ന് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട എമൗണ്ട് ബാലൻസിങ് ഫിഗറായിട്ട് കിട്ടും അല്ലേ ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോഴാണ് ഈ എമൗണ്ട് ലഭിക്കുക ഈ എമൗണ്ട് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ 18,910 നമുക്ക് കിട്ടുകയും ചെയ്യും അല്ലേ ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം ആസ് പെർ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് ഓൺ 31st March 2017 സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് വെയർ ₹2,50,000 ഇവിടെ എത്രയാണ് എമൗണ്ട് സബ്സ്ക്രിപ്ഷൻ ഈ വർഷം കിട്ടിയിരിക്കുന്ന മൊത്തം 2,50,000 ആണ് ഈ ഇനത്തിൽ നമ്മൾ റിസീവ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അഡീഷണൽ ഇൻഫർമേഷൻ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് തന്നിട്ടുണ്ട് ഈ അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ നമുക്ക് ഇതിൽ നിന്ന് ഈ എമൗണ്ടിലൂടെ അഡ്ജസ്റ്റ് ചെയ്യണം അല്ലേ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ കുറേ ഐറ്റംസ് ഡേറ്റ് വെച്ച് തന്നിട്ടുണ്ട് ഇനി അസർട്ടൈൻ ദി എമൗണ്ട് ഓഫ് ഇൻകം ഫ്രം സബ്സ്ക്രിപ്ഷൻ ഫോർ ദി ഇയർ 2016-17 അപ്പോൾ സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ ഈ വർഷം കിട്ടിയിരിക്കുന്നത് കറണ്ട് ഇയർ എന്നാണ് 2016-17 ആണ് അപ്പോൾ ഈ വർഷം സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ കിട്ടിയ എമൗണ്ട് എത്രയാണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ആൻഡ് ഷോ ഹൗ റെലവൻറ്റ് ഐറ്റംസ് ഓഫ് സബ്സ്ക്രിപ്ഷൻ ഈ സബ്സ്ക്രിപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എമൗണ്ട് അപ്പിയർ ഇൻ ദി ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റും ക്ലോസിംഗ് ബാലൻസ് ഷീറ്റും തയ്യാറാക്കുമ്പോൾ എങ്ങനെയാണ് ഈ എമൗണ്ട് കാണിക്കേണ്ടത് എന്നുള്ളതും കാണിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കിതിനകത്ത് കാണിക്കേണ്ടി വരും അത് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട എമൗണ്ട് എത്രയാണെന്നുള്ളത് കുറച്ച് മുമ്പ് ചെയ്ത പോലെ നമുക്ക് കണ്ടുപിടിക്കാം ഇനി ഇവിടുത്തെ ഡേറ്റ് ഒന്ന് നോക്കുക March 31st 2017 ഇത് അവസാനിക്കുന്നത് അല്ലേ
അപ്പോൾ അതുകൊണ്ട് ഡേറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. മാർച്ച് 31, 2017 അവസാനിക്കുന്നു എന്ന് പറയുമ്പോൾ തുടങ്ങുന്നത് തൊട്ട് ഒരു വർഷം കൃത്യം പുറകോട്ട് എടുക്കുക. ഒരു വർഷം കൃത്യം പുറകോട്ട് എടുക്കുമ്പോൾ ഏപ്രിൽ 1, 2016 ഇത് ആരംഭിക്കുന്നത്. ആ വർഷം ആരംഭിക്കുന്നത് ഏപ്രിൽ 1, 2016 തുടങ്ങിയാലാണ് നമുക്ക് മാർച്ച് 31, 2017 ആ ഒരു വർഷം കൃത്യം അക്കൗണ്ടിങ് പീരീഡ് ആവുക അല്ലേ. അപ്പം അങ്ങനെ ആ ഓപ്പണിംഗ് ഡേറ്റും ക്ലോസിംഗ് ഡേറ്റും ഓർത്തിരിക്കുക. അപ്പോൾ അത് വെച്ചുള്ള ഡേറ്റ് വെച്ചുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നോക്കുക, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 1/4/2016 1/4/2016 എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഏപ്രിൽ 1, 2016 അതായത് ഓപ്പണിംഗ് ഡേറ്റ്. നമുക്ക് സബ്സ്ക്രിപ്ഷൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കി എമൗണ്ട് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാം. സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡ് തന്നെ നമുക്ക് ചെയ്യാം. അതിൻ്റെ ഓപ്പണിങ്ങിലുള്ള എമൗണ്ട് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ 2017 2,50,000 നമ്മുടെ എമൗണ്ട് കോളത്തിൽ കാണിക്കുന്നു. അതിനുശേഷം ആഡ് ചെയ്യേണ്ട ഐറ്റംസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കുക. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 1/4/2016 ഓപ്പണിംഗ് ഡേറ്റിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ഇതാണ് ഓപ്പണിംഗ് ഡേറ്റ് അല്ലേ. ഓപ്പണിംഗ് ഡേറ്റിൽ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് വെച്ചാൽ അതിനർത്ഥം അത് ഇതിന് മുമ്പത്തെ വർഷത്തെയാണ്. അപ്പോൾ ഇത് നമുക്ക് കുറയ്ക്കേണ്ട എമൗണ്ട് ആണ്. ഇനി സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 31 മാർച്ച് 2017 ക്ലോസിംഗ് ഡേറ്റ് ആണ് അല്ലേ. ക്ലോസിംഗ് ഡേറ്റിൽ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ അത് ഈ വർഷത്തെയാണ്. അത് നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം അല്ലേ. ആഡ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 31 മാർച്ച് 2017 35,000. ഇനി സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആ ഫോൺ 1/4/2016 1/4/2016 എന്ന് പറഞ്ഞാൽ ഈ വർഷത്തിൻ്റെ ആരംഭമാണ്. ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ അഡ്വാൻസ് ആയിട്ട് കിട്ടി സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ അത് ഈ വർഷത്തെ തന്നെയാണ് അല്ലേ. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, 27 നമുക്ക് ഇതിലൂടെ ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ എമൗണ്ട് കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ടോട്ടൽ 3,10,000 കിട്ടും. ഇനി ഇതിൽ നിന്ന് കുറയ്ക്കേണ്ട 2 ഐറ്റംസ് കുറയ്ക്കുക. അപ്പോൾ ഏതൊക്കെയാണ്? ബാക്കിയുള്ള 2 ഐറ്റംസ് ആണ് കുറയ്ക്കേണ്ടത് അല്ലേ. അപ്പോൾ ആദ്യം സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 1/4/2016 80,000 അത് നമ്മൾ കുറയ്ക്കുന്നു. അതിനുശേഷം അടുത്ത എമൗണ്ടും നമ്മൾ കുറയ്ക്കുന്നു. ലെസ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 31/3/2017 31/3/2017 കിട്ടിയ എമൗണ്ടും നമുക്ക് കുറയ്ക്കണം. എന്തുകൊണ്ടാണ്? ഇത് ക്ലോസിംഗ് ഡേറ്റിലെ എമൗണ്ട് ആണ്. ക്ലോസിംഗ് ഡേറ്റിൽ അഡ്വാൻസ് ആയിട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ അത് അടുത്ത വർഷത്തെയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അടുത്ത വർഷത്തെ ഈ എമൗണ്ടോട് നമുക്ക് കുറയ്ക്കണം. 3,10,000 നിന്ന് 50,000 30,000 കുറയ്ക്കുമ്പോൾ നമുക്ക് എമൗണ്ട് 2,30,000 കിട്ടും. അപ്പോൾ ഈ 2,30,000 ആണ് സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതേണ്ട എമൗണ്ട് എന്നുള്ളത് കിട്ടി. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റിൻ്റെ ഒരു ഭാഗം നമ്മൾ ചെയ്ത് പൂർത്തിയാക്കി. ഇനി നമുക്ക് ഈ കാര്യം ചെയ്യണം അല്ലേ. ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ഇത് എങ്ങനെ എഴുതാമെന്നുള്ളത്. ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ 2 ബാലൻസ് ഷീറ്റ് നമുക്ക് തയ്യാറാക്കുന്ന കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണല്ലേ. അതിൽ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ ഏത് ഡേറ്റിലാണ് എഴുതുക, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ ഏത് ഡേറ്റിലാണ് എഴുതുക നമുക്ക് നോക്കാം. 2016-17 ആണ് അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ 2016-17 എന്ന് പറയുമ്പോൾ ഒന്ന് 2016 31 മാർച്ച്. അടുത്തത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ 2017 31 മാർച്ച്. അതായത് ഈ ഡേറ്റിൽ തന്നെയുള്ള ക്ലോസിംഗ് ബാലൻസ് ഷീറ്റും 2016 31 മാർച്ചിലുള്ളത് കഴിഞ്ഞ വർഷത്തെ തൊട്ട് മുമ്പത്തെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റും അല്ലേ. അപ്പോൾ ആ 2 ബാലൻസ് ഷീറ്റിലും എഴുതേണ്ട എമൗണ്ടുകൾ നമുക്കൊന്ന് എഴുതി നോക്കാം. ഇങ്ങനെയാണ് ബാലൻസ് ഷീറ്റിൽ 2 ബാലൻസ് ഷീറ്റ്. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റാണ്, ഇത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റാണ് അല്ലേ. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ നമുക്ക് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 25,000 ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. ഇവിടെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇൻകം ആണ്. ഇൻകം അഡ്വാൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ലയബിലിറ്റിയാണ്. ഈ ഇൻകം ഔട്ട്സ്റ്റാൻഡിംഗ് ആണെങ്കിൽ, അതായത് കിട്ടേണ്ടിയിരുന്നിട്ടും കിട്ടാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതാണ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇൻകം ആണ് ഔട്ട്സ്റ്റാൻഡിംഗ് എങ്കിൽ അത് നമുക്ക് അസറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. പിന്നെ ഏത് എമൗണ്ട് ആണ് കാണിക്കേണ്ടത്? മാർച്ച് 31, 2016 25,000 റിസീവ്ഡ് ഇൻ അഡ്വാൻസ് നമ്മൾ കാണിച്ചിട്ടുണ്ട് അല്ലേ. ഇത് നോക്കുക, ഈ എമൗണ്ട് ആണ് 1/4/2016. ഈ 1/4/2016 എമൗണ്ട് ആണ് നമ്മൾ 25,000 ഇവിടെ കാണിച്ചിരിക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് 1/4/2016 എന്ന് പറയുമ്പോൾ 31 മാർച്ച് 2016 എടുത്തിരിക്കുന്നത്? ഇതിൻ്റെ തലേ ദിവസമാണ് അല്ലേ. 1/4/2016 തലേ ദിവസമാണ് 31 മാർച്ച് 2016 എന്നല്ലേ. ഈ ബാലൻസ് ഷീറ്റിൽ നമ്മൾ അപ്പോൾ തീർച്ചയായിട്ടും ഇത് കാണിച്ചിരിക്കണം. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്, ഈ ഡേറ്റ് ആണ് അതിൽ വന്നിരിക്കുന്നത് അല്ലേ. 25,000 നമുക്ക് ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. ഇനി സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് 50,000 1/4/2016 ഔട്ട്സ്റ്റാൻഡിങ് ആണല്ലേ. ദാറ്റ് മീൻസ് ഈ ഡേറ്റിൽ തന്നെ ഇത് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അപ്പോൾ ഈ എമൗണ്ട് 50,000 നമുക്ക് ഇവിടെ കാണിക്കണം. റെലവൻറ്റ് ഡാറ്റ ഓൺലി, റെലവൻറ്റ് അതായത് സബ്സ്ക്രിപ്ഷൻ്റെ ഡാറ്റ മാത്രമേ നമ്മളിവിടെ തന്നിട്ടുള്ളൂ, അത് വെച്ചുള്ള നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത്, അതാണ് അർത്ഥമാക്കുന്നുള്ളൂ. ഇനി അടുത്തത് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ മാർച്ച് 31, 2017. മാർച്ച് 31, 2017
അതായത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലും നമുക്ക് ഈ സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട് കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റിലുള്ള റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 30,000 അല്ലേ, 31/3/2017 നമുക്ക് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. ദാറ്റ് മീൻസ് ഈ ലാസ്റ്റ് ഡേറ്റിൽ അല്ലേ, ഈ അക്കൗണ്ടിങ് പീരീഡിൻ്റെ ലാസ്റ്റ് ഡേറ്റിൽ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത് നമുക്ക് ലയബിലിറ്റി ആണ്. അത് ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. ഒപ്പം തന്നെ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഓൺ ദിസ് ഡേറ്റ് 35,000 നമുക്ക് അസറ്റുമാണ് അല്ലേ. അത് നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ എന്ന പേരിൽ അസറ്റ് സൈഡിൽ കാണിക്കുകയും ചെയ്യണം. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ ഇതെങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളതൂടെ ഈ ഒരു ഐഡിയയിൽ നിങ്ങളൊന്ന് കേട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ സബ്സ്ക്രിപ്ഷൻ്റെ ട്രീറ്റ്മെൻറ്റ് ചോദിക്കുന്നതുകൊണ്ട് വേണമെങ്കിൽ ഇതും ചോദിക്കാവുന്നതാണ്. പിന്നെ കൂടുതലും വരാൻ സാധ്യത നമ്മൾ ആദ്യം ചെയ്ത പ്രോബ്ലം പോലെയാണ്. പക്ഷേ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മൊത്തം മാർക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഇതുകൂടെ നന്നായിട്ട് പഠിച്ചു പോയേക്കുക. ഇനി നമുക്ക് ഒരു പ്രോബ്ലം കൂടി ഒന്ന് ചെയ്ത് നോക്കാം. ഇത് നിങ്ങളുടെ SCRTയുടെ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പോൾ അത് ഇതേ മോഡലുള്ള പ്രോബ്ലം നമുക്ക് വരത്തില്ല എന്ന് പ്രതീക്ഷിക്കാൻ പറ്റിയല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് പഠിച്ചു പോകണം. ആ ടെക്സ്റ്റിൻ്റെ ഈ പ്രോബ്ലത്തിൽ ചില തെറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. എമൗണ്ടിലും അതോടൊപ്പം തന്നെ വർഷത്തിലൊക്കെ ചെറിയ മിസ്റ്റേക്കുകളുണ്ട്. അപ്പോൾ അതെല്ലാം തിരുത്തിക്കൊണ്ട് അതിൻ്റെ ഒരു വർക്കൗട്ട് ചെയ്തൊരു പ്രോബ്ലമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് എക്സ്ട്രാക്ട്സ് ഓഫ് റിസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് 31st March 2017. 2017 31st മാർച്ചിലുള്ള ഒരു റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്നെടുത്ത വിവരങ്ങളാണ്. സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട് തന്നിരിക്കുന്നത് 2015-16 വകയായിട്ട് 2,500 ലഭിച്ചു. അല്ല, റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ എഴുതിയിരിക്കുന്നത് 2015-16 അത് കഴിഞ്ഞ വർഷത്തെ എമൗണ്ട് 2,500, ഈ വർഷത്തെ 26,750, അടുത്ത വർഷത്തെയായിട്ട് 1,000 രൂപയും ലഭിച്ചു. അങ്ങനെ മൊത്തം 30,250 ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ 2015-16 എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഓപ്പണിംഗ് ഡേറ്റും ക്ലോസിംഗ് ഡേറ്റൊക്കെ ഓർത്തിരുന്നോണം. ഇപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്നതിന് വേണ്ടി 1/4/2015 അല്ലേ, 1/4/2015 തുടങ്ങി 31/3/2016 ഇതിൻ്റെ ഡേറ്റ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. അടുത്തതിൻ്റെ 1/4/2016 തൊട്ട് 31/3/2017, ഇതെന്ന് പറയുന്നത് 1/4/2017 തൊട്ട് 31/3/2018. അപ്പോൾ ഡേറ്റിനെ കുറിച്ചൊരു ഐഡിയ മനസ്സിലാക്കി വയ്ക്കുക. ഇനി നമുക്ക് അഡീഷണൽ ഇൻഫർമേഷനായിട്ട് തന്നിരിക്കുന്ന കാര്യങ്ങൾ നോക്കുക. ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് 230, അതായത് മെമ്പേഴ്സിൻ്റെ മൊത്തം എണ്ണം തന്നിട്ടുണ്ട്. അത് 230 ആണ്, 230 മെമ്പേഴ്സാണുള്ളത്. ഇനി ആനുവൽ സബ്സ്ക്രിപ്ഷൻ ഫീ, വർഷത്തിൽ ഒന്നാണ് സബ്സ്ക്രിപ്ഷൻ പിരിക്കുക. അതിൽ മെമ്പർഷിപ്പ് ഫീ എന്ന് പറയുന്നത് 125 ആണ്. ഒരാൾ നൽകേണ്ട തുക 125 ആണ്. മൊത്തം എത്ര പേരാണുള്ളത്? 230 ആണുള്ളത് അല്ലേ. അപ്പോൾ ഈ വർഷം നമുക്ക് ശരിക്കും പറഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമുക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ട എമൗണ്ട് എത്രയാണെന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. 230 × 125 ആണ് അല്ലേ, 230 × 125 ആണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന 26,750 ഉള്ളൂ. 26,750 ഈ വർഷം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതാണ് നമുക്ക് ശരിക്കും കിട്ടേണ്ടത് അല്ലേ. അപ്പോൾ ഈ എമൗണ്ടാണ് ലാസ്റ്റ് നമുക്ക് ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ നമ്മൾ എഴുതി വരുമ്പോൾ അവസാനം കിട്ടേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് 230 × 125 ആണ്. അപ്പോൾ ഇനി സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ April 1, 2016, April 1, 2016 ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് 2,750 എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമുക്ക് ചില എക്സ്ട്രാ നമുക്ക് കാൽക്കുലേഷൻ അതുകൊണ്ട് നടത്തേണ്ടി വരും. അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തേക്കാളും അല്പം ഡിഫിക്കൽട്ടാണ്. അപ്പോൾ വളരെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഈ വർഷം നമുക്ക് സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ ആകെ കിട്ടിയ തുക എന്ന് പറയുന്നത് എത്രയാണ്? 30,250 അല്ലേ. ഈ എമൗണ്ടാണ് നമ്മളത് ബേസായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എഴുതുക സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയർ. ഈ വർഷം നമുക്ക് കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും അടുത്ത വർഷത്തെ എല്ലാം കൂടി 30,250 കിട്ടി. അത് നമ്മൾ ബേസായിട്ട് എടുത്ത് നമ്മൾ ഇങ്ങോട്ട് എഴുതി. അതിനുശേഷം ആഡ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 31st March 2017. 31st March 2017 ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട്, ക്ലോസിംഗ് ഡേറ്റിലുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ, അതാണ് നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കണം. നമ്മുടെ ഈ അതിന് മുമ്പായിട്ട് ഈ കറണ്ട് പീരീഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കറണ്ട് വർഷം എന്ന് പറയുന്നത് ഏതാണ്? ഈ വർഷം ഏതാണ്? March 31st 2017 തീരുക എന്ന് പറയുമ്പോൾ കറണ്ട് പീരീഡ് എന്ന് പറയുന്നത് ഇതാണല്ലേ, ഇതാണ് ഈ വർഷം. ഈ കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ വർഷമാണ്, ഈ പറഞ്ഞിരിക്കുന്നത് അടുത്ത വർഷമാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയ മനസ്സിലിരിക്കുക. ഇനി ആഡ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 31st March 2017, ആ എമൗണ്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ആ എമൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കിവിടെ തന്നിരിക്കുന്ന കാര്യം സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ April 1, 2016 ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. നമുക്കതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. ആ എമൗണ്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ നമുക്ക് കൃത്യമായിട്ടും ഇവിടെ കൂട്ടേണ്ടതും കുറയ്ക്കേണ്ടതുമായിട്ടുള്ള എമൗണ്ടുകൾ ഡേറ്റ് വെച്ച് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. പക്ഷേ ഇവിടെ നമുക്ക് ഈ രീതിയിലാണ് തന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ചില ഐറ്റംസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. കാരണം എക്സ്ട്രാ ചില അഡീഷണൽ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ തന്നിട്ടുമുണ്ട് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് 31/3/2017 സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ്
ഇവിടെ നോക്കുക, നമുക്ക് അതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് അതിൻ്റെ കാൽക്കുലേഷൻ ഒന്ന് ചെയ്യാൻ നോക്കാം. ആദ്യം നോക്കുക, ഇത് എമൗണ്ട് ഓഫ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ആസ് ഓൺ 31 മാർച്ച് 2017. അതായത് ഈ എമൗണ്ട് അതിൻ്റെ കാൽക്കുലേഷൻ താഴെ പറയുന്ന രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ തന്നിരിക്കുന്ന എമൗണ്ട് നോക്കുക, 1/4/2016 ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള എമൗണ്ട്. ഈ 1/4/2016 ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ 3 വർഷങ്ങളിൽ ഏത് വർഷവുമായിട്ട് ബന്ധപ്പെട്ട എമൗണ്ട് ആയിരിക്കും? 1/4/2016 തുടക്കം അല്ലേ? 1/4/2016 ആണ്. 2016-17 നമ്മുടെ ഈ കറണ്ട് ഇയറിൻ്റെ ആദ്യം 1/4/2016 തുടക്കത്തിൽ ഔട്ട്സ്റ്റാൻഡിങ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം എന്താണ്? അത് ഏത് വർഷവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായിരിക്കും? അത് ഈ കഴിഞ്ഞ വർഷവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും അല്ലേ? 2015-16. കാരണം ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ അത് ഔട്ട്സ്റ്റാൻഡിങ് ആണ്, കിട്ടാനുള്ളതാണ്. ദാറ്റ് മീൻസ് അത് കഴിഞ്ഞ വർഷം ആയിട്ട് ബന്ധപ്പെട്ട ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ആണ്, കിട്ടാനുള്ള എമൗണ്ട് ആണ് അല്ലേ? ഇനി നമുക്ക് 2750 കിട്ടാനുള്ളത്. നോക്കുക, നമുക്ക് എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നോക്കുക. 2015-16 കാലയളവിൽ നമുക്ക് ഈ വർഷം ആ കാലയളവിലേക്ക് നമുക്ക് കിട്ടിയിരിക്കുന്ന എമൗണ്ട് എത്രയേ ഉള്ളൂ? 2500 ഉള്ളൂ അല്ലേ? അതിനർത്ഥം ഒരു 250 രൂപ ഇവിടെ കിട്ടാനുണ്ട്. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഔട്ട്സ്റ്റാൻഡിങ് ആഫ് ഓൺ 1/4/2016 2750. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ 2015-16 ഈ എമൗണ്ട് എത്രയുള്ളൂ? 2500 ഉള്ളൂ. സോ എമൗണ്ട് സ്റ്റിൽ ഔട്ട്സ്റ്റാൻഡിങ്, ഇപ്പോഴും 250 രൂപ നമുക്ക് കിട്ടാനുണ്ട് അല്ലേ? അപ്പോൾ അത് ഇപ്പോഴും ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ആ എമൗണ്ട് നമുക്ക് ഇതിൻ്റെ കൂടെ കൂട്ടേണ്ടി വരും. ഇനി അതുകൂടാതെ ഈ വർഷത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന എമൗണ്ട് എത്രയാണ്? ഈ വർഷമായിട്ട് ബന്ധപ്പെട്ട് 26,750 ആണല്ലേ? 26,750 കിട്ടിയാൽ മതിയോ? കാരണം ഇവിടെ 230 മെമ്പേഴ്സ് ഉണ്ടെന്നും 125 മെമ്പർഷിപ്പ് ഫീ എന്നും പറഞ്ഞിട്ടുണ്ടല്ലേ? അപ്പോൾ നമുക്കതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം. അതിനുശേഷം എമൗണ്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കണം. നോക്കുക, ഡ്യൂ ഫോർ 2016-17 ഈ വർഷത്തെ കിട്ടാനുള്ളത് ഡ്യൂ ആയിട്ടുള്ളത് 28,750 ആണല്ലേ? 125 × 230, ഈ 125നെ 230 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലേ? 28,750 കിട്ടേണ്ടടുത്ത് നമുക്ക് എത്രയാണ് കിട്ടിയിട്ടുള്ളൂ? 26,750 കിട്ടിയിട്ടുള്ളൂ. അതായത് അവിടെയും ഉണ്ട്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് 2000 അവിടെയും കിട്ടാനുണ്ടല്ലേ? അപ്പോൾ ഈ 2000 250 കൂട്ടി ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ഈ വർഷത്തിൻ്റെ അവസാനം നമുക്ക് 2250 രൂപ കിട്ടാനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതാണ് നമ്മൾ ഇവിടെ കാണിക്കേണ്ടത്. അപ്പോൾ ഇതേ രീതിയിലാണ് പ്രോബ്ലം വരുന്നതെങ്കിൽ ഇങ്ങനെ ഒരു എക്സ്ട്രാ കാൽക്കുലേഷൻ കൂടി ഒന്ന് മനസ്സിലോർത്ത് പഠിച്ചു വയ്ക്കുക. അപ്പോൾ 2250 നമ്മളിവിടെ എഴുതാം. ഇനി നമുക്ക് ആഡ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 1/4/2016 ഈ വർഷത്തിൻ്റെ ഓപ്പണിംഗ് ഡേറ്റിൽ അഡ്വാൻസ് ആയിട്ട് എമൗണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഈ വർഷത്തെയാണല്ലേ? പക്ഷേ അങ്ങനെ അഡ്വാൻസ് ആയിട്ട് എമൗണ്ട് ഈ വർഷമായിട്ട് ബന്ധപ്പെട്ട് അഡ്വാൻസ് എമൗണ്ട് കിട്ടിയതായിട്ട് ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങളത് നില്ലെന്ന് തന്നെ എഴുതുക. അതിനുശേഷം ഇത് നമ്മൾ കൂട്ടിയെടുക്കുന്നു അല്ലേ? നമ്മൾ കൂട്ടിയെടുക്കുമ്പോൾ നമുക്ക് 32,500 കിട്ടുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറയ്ക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് ലെഫ്റ്റ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 1/4/2016 ഈ തന്നിരിക്കുന്ന എമൗണ്ട് 2750 രൂപ. അത് നമ്മൾ അതിൻ്റെ വ്യത്യാസമൊക്കെ കണ്ടുപിടിച്ചതിലൂടെ 250 രൂപ ആഡ് ചെയ്തിരുന്നു അല്ലേ? പക്ഷേ അത് ഉൾപ്പെടെ നമ്മൾ എന്ത് ചെയ്യണം? അത് വേറെ വർഷമായിട്ട് ബന്ധപ്പെട്ടുള്ളതായതുകൊണ്ട് നമ്മളിവിടെ കുറച്ച് കളയുന്നുണ്ട്. ലെഫ്റ്റ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 1/4/2016 2750 രൂപ. അത് കഴിഞ്ഞ വർഷത്തെയാണല്ലേ? സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ ഈ ഓപ്പണിംഗ് അല്ലേ? ഈ വർഷത്തിന് ആദ്യം ഔട്ട്സ്റ്റാൻഡിംഗ് ആണെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ വർഷത്തെയാണ്. അതുകൊണ്ട് നമ്മളത് കുറച്ച് കളയണം. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ലെഫ്റ്റ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 31/3/2017 31/3/2017 ഇതിൽ തന്നിരിക്കുന്ന 1000 രൂപ, ഇവിടെ പറഞ്ഞിരിക്കുന്ന 1000 രൂപ എന്ന് പറയുന്നത് അടുത്ത വർഷത്തെയാണല്ലേ? അടുത്ത വർഷത്തെ നമുക്ക് കിട്ടിയ പ്രത്യേകം ഡേറ്റ് തന്നെ വർഷം തന്നെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത വർഷത്തെ 1000 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം? അതും കുറച്ച് കളയുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? എമൗണ്ട് സബ്സ്ക്രിപ്ഷൻ ടു ബി ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമുക്ക് 28,750 രൂപ കിട്ടും. 32,500 നിന്ന് 2750 1000 കുറച്ച് ചെയ്യുമ്പോൾ അതായത് 230 × 125 അല്ലേ? ഇത് തന്നെയാണ് ഈ എമൗണ്ട് ഈ വർഷത്തിൽ നമുക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ട എമൗണ്ട് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞു അല്ലേ? ആ ഒരു എമൗണ്ടിലേക്ക് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇത്തരത്തിലൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാലും ചെയ്യേണ്ടത്. +2 അക്കൗണ്ടൻസിയുമായിട്ട് ബന്ധപ്പെട്ട് ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മളിപ്പോൾ ചെയ്തു കഴിഞ്ഞു. 1, 2, 3 പാർട്ടുകൾ കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പരമാവധി നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഈ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൂടുതൽ ആളുകൾ കാണാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മറ്റ് ചാപ്റ്ററുകളുടെയും വീഡിയോ ഇടണമെന്ന് പറഞ്ഞുകൊണ്ട് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കൂടുതലായിട്ട് കാണുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിലാണ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ തോന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമുക്കിനി വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം.